കൊച്ചിയിൽ നിന്ന് ഇന്നലെ കാണാതായ 13 വയസ്സുകാരനെ ഇടുക്കി തൊടുപുഴയിൽ കണ്ടെത്തി. കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി ഉപദ്രവിച്ച കൈനോട്ടക്കാരൻ ശശികുമാറിനെതിരെ പോലീസ് കേസെടുത്തു. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പും ചുമത്തും. തൊടുപുഴ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് താൻ വീട് വിട്ടിറങ്ങിയതെന്നാണ് 13കാരൻ പോലീസിനോട് പറഞ്ഞത്. ഇന്നലെ വൈകിട്ട് 6-ന് കുട്ടി തൊടുപുഴയിലെത്തി. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഇക്കാര്യം ഉറപ്പിച്ചിരുന്നു. ഇന്നലെ മുതൽ കുട്ടിക്കായി തൊടുപുഴ നഗരത്തിൽ പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് രാവിലെയാണ് തൊടുപുഴയിലെ കൈനോട്ടക്കാരനായി ജോലി ചെയ്യുന്ന ശശികുമാർ കുട്ടിയുടെ പിതാവിനെ ബന്ധപ്പെടുന്നത്. കുട്ടി തന്റെ ഒപ്പമുണ്ടെന്നറിയിച്ച ഇയാൾ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ച് കുട്ടിയെ പോലീസിനും രക്ഷിതാക്കൾക്കും കൈമാറി. ഈ കുട്ടി കൈവശം വെച്ചിരുന്ന വേറൊരാളുണ്ട്. അയാൾ ഇന്ന് രാവിലെ പുലർച്ചെ ഒരു 6:30 മണിയോടുകൂടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടി എൻ്റെ അടുത്തുണ്ട്, ഞാനൊരു ഇങ്ങനെ ഉള്ള ഒരാളാണ്, പിന്നെ അതുകൊണ്ടിട്ട് നിങ്ങളിവിടെ വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടൻ തന്നെ എളമങ്ങര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞു. അവർ തൊടുപുഴ സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഇവിടുത്തെ സാറന്മാരും ഞങ്ങളും കൂടി പോയാണ് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാളോടുകൂടി വാങ്ങിയത്. പ്രാഥമികമായി വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസ് ശശികുമാർ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്ന് മനസ്സിലാക്കി. ഇതിനെ തുടർന്ന് ഇയാളെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുട്ടി ഇവിടുത്തെ ഒരു യൂട്യൂബിനകത്ത് ഈ തൊടുപുഴയെ പറ്റിയൊക്കെ കണ്ട് വീട്ടിൽ നിന്ന് പോരുന്നതാണ്. ഇവിടെ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ആള് അയാളെ കുട്ടിയെടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇയാളെ കുട്ടിയെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം ആൾക്ക് മുമ്പ് കേസിലെ പ്രതിയൊക്കെയാണ് നമ്മൾ പരിശോധിച്ചത്. ശശികുമാർ ഉപദ്രവിച്ചെങ്കിലും പ്രതിരോധിച്ചെന്ന് കുട്ടി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ശശികുമാറിനെ എളമക്കര പോലീസിന് കൈമാറി. പോക്സോയിലെ 7-8 വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസെടുക്കും. ശശികുമാർ നേരത്തെ സ്ത്രീയെ കടന്നു പിടിച്ച കേസിലും പ്രതിയാണ്. ഇയാൾ അനിൽകുമാർ എന്ന പേര് മാറ്റിയാണ് തൊടുപുഴയിൽ കഴിഞ്ഞിരുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.